നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ ഛഠ് പൂജയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബീഹാറിലേക്ക് പോയിരുന്നു. അവരെല്ലാം വോട്ട് രേഖപ്പെടുത്തിയ ശേഷമാണ് പലരും തിരിച്ചു വന്നത്. അവരെല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട് സേതു, ഞങ്ങൾ പോകുന്നത് പ്രശാന്ത് കിഷോറിന് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം എന്താണ്? പ്രശാന്ത് കിഷോർ മാറ്റത്തിന്റെ പ്രതീകമാണ്. ഇപ്പുറത്ത് തേജസ്വി ഉണ്ട്, അല്ലെങ്കിൽ ലാലുവിന്റെ പാർട്ടിയുണ്ട്, ഇപ്പുറത്ത് നിതീഷ് കുമാറിന്റെ പാർട്ടിയുണ്ട്, അല്ലെങ്കിൽ NDA ഉണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു മാറ്റത്തിന്റെ കാറ്റ് കൊണ്ടുവരാൻ ജൻസുരാജിന് സാധിക്കും. അതെ അതെ, അദ്ദേഹത്തിന്റെ റാലികൾ ഉണ്ടായിരുന്ന ലിജോ പറഞ്ഞ പോലെ അതിഭീമമായിട്ടുള്ള ജനക്കൂട്ടം, അത് വോട്ടാകാതെ എങ്ങനെ പോകും എന്നുള്ളത് എക്സിറ്റ് പോളുകൾ വന്നപ്പോൾ ഉയർന്ന ചോദ്യമാണ്. അതിന്റെ സൂചനകളായിട്ട് ഇതിനെ കാണാൻ പറ്റുമോ എന്നറിയില്ല, പക്ഷേ ആദ്യത്തെ ഫലസൂചനകളിൽ അവരുണ്ട്. ഈ ആസിഫ്, അതിനോടൊപ്പം മറ്റൊരു കാര്യം, ഇപ്പൊ ഈ നമ്മുടെ സംസ്ഥാനത്തടക്കം ഈ പോസ്റ്റൽ ബാലറ്റിന്റെ സ്വഭാവമൊക്കെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലെ മാറിയിരുന്നു. ഈ ബീഹാറിലും അങ്ങനെയാണോ, അതോ ഈ സർവീസ് വോട്ടുകൾ മാത്രമാണോ ഇപ്പൊ എണ്ണിക്കൊണ്ടിരിക്കുന്നത്? തീർച്ചയായും പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങിയപ്പോഴാണ് ഈ ഒരു ഫലം വന്നിരിക്കുന്നത്. പോസ്റ്റൽ വോട്ട്, സർവീസ് വോട്ടുകൾ അടക്കമുള്ള വോട്ടുകളാണ് ആദ്യഘട്ടത്തിൽ ഇത് എണ്ണുക. എന്തായാലും ഇപ്പോൾ ആ ഒരു വോട്ടെണ്ണൽ തുടരുമ്പോഴാണ് 9-4-3 എന്നുള്ള നിലയുള്ളത്. സ്വാഭാവികമായും ആ ഒരു അതേഴ്സിന്റെ, അതായത് ജൻസുരാജ് പാർട്ടിയുടെ അടക്കം മുന്നേറ്റം ആ രീതിയിൽ തുടരാൻ കഴിയുമെന്നുള്ള സംശയമാണ്. കാരണം ഈ ഒരു ഘട്ടത്തിൽ നമുക്കറിയാം, മഹാസഖ്യത്തിനൊപ്പം ലീഡ് ചെയ്യുന്ന ഒരു ഘട്ടം, അല്ലെങ്കിൽ 4 മഹാസഖ്യം ലീഡ് ചെയ്യുമ്പോൾ 3 മറ്റുള്ളവർ ലീഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് അങ്ങനെ നിലനിർത്താൻ കഴിയാനുള്ളൊരു സാധ്യത നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ കുറവാണെന്ന് പറയാൻ കഴിയുള്ളൂ. കാരണം സ്വാഭാവികമായും മഹാസഖ്യവും NDA തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടം. NDA 11 സീറ്റുകളിലേക്ക് ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. 4 സീറ്റുകളിലാണ് ഇപ്പോഴും മഹാഗഠബന്ധൻ ഉള്ളത്. RJDയും BJPയും 11 സീറ്റുകളിലേക്ക് ലീഡ് നില ഉയർത്തുന്നു എന്നുള്ളതാണ്. ആ ഘട്ടത്തിലേക്ക് കുറെ കൂടി ശക്തമായ തരത്തിലേക്ക്, കുറെ കൂടി മെച്ചപ്പെട്ട തരത്തിലേക്ക് BJPയും അതോടൊപ്പം തന്നെ NDAയും മുമ്പോട്ട് പോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആസിഫ് ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ പോസ്റ്റൽ ബാലറ്റുകളാണ്, അല്ലെങ്കിൽ ആ വോട്ടുകളാണ് എണ്ണിക്കൊണ്ടിരിക്കുന്നത്. ആ ഘട്ടത്തിലും NDAക്ക് മുൻതൂക്കം ഉണ്ടാകുന്നുണ്ട്. ആ മുൻതൂക്കം നിലനിർത്താൻ കഴിയുകയാണെങ്കിൽ ഇത്തവണ പറഞ്ഞ, അല്ലെങ്കിൽ ഇത്തവണ പ്രവചിച്ച എക്സിറ്റ് പോൾ ഫലങ്ങൾ ശരിയാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വരുമെന്നുള്ളതാണ്. ഇപ്പോഴും 4 സീറ്റുകളിൽ ലീഡ് ചെയ്യാൻ മാത്രമാണ് ഇപ്പോഴും മഹാഗഠബന്ധന് കഴിയുന്നത് എന്നുള്ളതും ഒരു ആദ്യഘട്ടത്തിൽ കാണുമ്പോൾ നമുക്ക് കുറെ കൂടി പിന്നിൽ പോകുന്ന പോലെ നമുക്ക് തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പക്ഷേ ഇതിങ്ങനെ നിർത്തുകയാണെങ്കിൽ ഒരു പക്ഷേ എക്സിറ്റ് പോളുകൾ പറഞ്ഞതിന്റെ അപ്പുറത്തേക്കുള്ള ഒരു ലീഡ് നിലയിലേക്ക് പോകും. കാരണം ഈ ഒരു ഘട്ടം നിലനിർത്തുകയാണെങ്കിൽ, കാരണം ഇപ്പോൾ ഇരട്ടിയിലധികം സീറ്റുകളിൽ NDA സഖ്യം ലീഡ് ചെയ്യുകയാണ്. പക്ഷേ അത് അതിനോടൊപ്പം തന്നെ 11 സീറ്റുകളിൽ NDA ഉണ്ടെങ്കിലും മഹാഗഠബന്ധൻ 4 സീറ്റിലുണ്ടെങ്കിലും അതേപോലെ തന്നെ ബാക്കി സ്ഥാനാർത്ഥികൾ 3 സീറ്റിലുണ്ട്. അതായത് മഹാഗഠബന്ധന്റെ അത്രയും തന്നെ ജൻസുരാജ് പാർട്ടിയോ അല്ലെങ്കിൽ അതേഴ്സോ എന്ന് പറയുന്ന കോളുണ്ട്. 22 ആയിരിക്കുന്നു. അതിലേക്ക് അടിച്ചു കയറുകയാണ്, ഇരട്ടിയായിരിക്കും. സീറ്റുകളിലാണ് ഇപ്പോൾ NDA ലീഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് പിന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം അതോടൊപ്പം തന്നെ മഹാഗഠബന്ധനും അവരുടെ സീറ്റ് നില വലിയ രീതിയിൽ ഉയർത്തിയിട്ടുണ്ട്. 13 സീറ്റുകളിലേക്ക് മഹാഗഠബന്ധൻ. അതെ അതെ, അതൊരു ആദ്യഘട്ടത്തിൽ കാണുമ്പോൾ ഒരു ഫൈറ്റിലേക്ക് വരുന്ന പോലെ ഫൈറ്റ് മോഡുണ്ട്. ഇത് ഇപ്പോഴും പ്രേക്ഷകരോടോ അല്ലെങ്കിൽ നമുക്ക് ഇത് വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പോസ്റ്റൽ വോട്ടുകൾ തന്നെയാണ് എണ്ണുന്നത്. ആ പോസ്റ്റൽ വോട്ടുകൾ എണ്ണുമ്പോൾ ആദ്യഘട്ട ഫലസൂചനകൾ എന്ന നിലയിലാണ് ഇപ്പോഴത്തെ ഈ വോട്ട് പാറ്റേൺ വന്നുകൊണ്ടിരിക്കുന്നത്. 22 സീറ്റുകളിൽ NDA ഇപ്പോൾ ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. മഹാഗഠബന്ധൻ RJDയും കോൺഗ്രസും അടക്കമുള്ള മഹാസഖ്യം 13 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു എന്നുള്ള വാർത്തയും വരുന്നു. നേരത്തെ സൂചിപ്പിച്ച പോലെ ജൻസുരാജ് പാർട്ടിക്കും ലീഡ് എടുക്കാൻ കഴിയുന്നു എന്നുള്ളത് പ്രശാന്ത് കിഷോറെ സംബന്ധിച്ച് വലിയ നേട്ടമാണ്. വോട്ടുകൾ കാണുന്ന കൂട്ടത്തിൽ തന്നെ ഈ അതേഴ്സിന്റെ എണ്ണവും കൂടുന്നുണ്ട്. ഇതിപ്പം ജൻസുരാജ് പാർട്ടിക്കൽപ്പുറം ഈ മറ്റ് ചെറു സ്വതന്ത്രരായിട്ട് ഈ വോട്ടുകൾ വിഘടിച്ചു പോവുകയാണോ? അങ്ങനെ ഒരു ട്രെൻഡും കൂടി ഉണ്ടോ അവിടെ? നമുക്കത് പറയാൻ കഴിയില്ല. കാരണം അതിൽ ജൻസുരാജ് പാർട്ടിക്കൊപ്പം ഇപ്പോൾ സേതു സൂചിപ്പിച്ച പോലെ തന്നെ ഒന്ന് അസദുദ്ദീൻ ഒവൈസിയുടെ AAMM ആണ്. അതിൻ്റെ ഒരു പ്രശ്നം കഴിഞ്ഞ തവണയും വലിയ തോതിൽ അവിടെ വോട്ട് പിടിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു എന്നുള്ളതൊരു വലിയ പ്രശ്നം മഹാഗഠബന്ധനെ സംബന്ധിച്ച്, മഹാസഖ്യത്തെ സംബന്ധിച്ചുണ്ടായിരുന്നു. മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിൽ അവർ ഉണ്ടാക്കുന്ന കടന്നുകയറ്റം അത് മഹാഗഠബന്ധനെ, മഹാസഖ്യത്തിനെ വലിയ തോതിൽ പിന്നോട്ടടിക്കും. അവരുടെ സീറ്റുകളുടെ എണ്ണത്തിൽ കുറവുണ്ടാക്കാൻ കഴിയും. അത് ആരൊക്കെയാണെന്നുള്ളത് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ജൻസുരാജ് പാർട്ടിക്കാണ് കൂടുതൽ അവിടെ സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ ഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ ജൻസുരാജ് പാർട്ടി ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് 2 സീറ്റുകൾ ജൻസുരാജ് പാർട്ടിയാണ്, 1 സീറ്റിൽ മാത്രമാണ് അതേഴ്സ് ഉള്ളത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അത് ഒരു പക്ഷേ ഒരു പരിധിയിൽ കൂടുതൽ വോട്ട് പിടുത്തം, അത് ഏതെങ്കിലും സീറ്റ് നില എന്നതിനപ്പുറത്തേക്ക് വോട്ട് പിടിക്കുന്നുണ്ട് ആ മേഖലകളിലെങ്കിൽ അത് മഹാസഖ്യത്തെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അപ്പോഴും 24 സീറ്റുകളിലേക്ക് NDA അവരുടെ സീറ്റ് നില ഉയർത്തിയിരിക്കുന്നു. 24 സീറ്റുകളിലാണ്. അപ്പോൾ എന്റെ ഒരു സംശയം, 24ലേക്ക് NDA സീറ്റ് നില ഉയർത്തുമ്പോഴും എന്റെ ഒരു സംശയം, ഈ സർവീസ് വോട്ടുകളും പോസ്റ്റൽ വോട്ടുകളും പൊതുവിൽ ഭരിക്കുന്ന കക്ഷിക്ക് അനുകൂലമാകുന്ന ഒരു കാഴ്ചയല്ലേ ഉത്തരേന്ത്യയിൽ നമ്മൾ പൊതുവിൽ കാണാറുള്ളത്?
തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പരിഗണിക്കാൻ കഴിയുള്ളൂ, ഉറപ്പാണ്. കാരണം സ്വാഭാവികമായും ആദ്യഘട്ടത്തിലെ പോസ്റ്റൽ വോട്ടുകൾ വെച്ചതുകൊണ്ട് നമുക്കിതിനെ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒരു മൊത്തത്തിലുള്ള വിലയിരുത്തലായി പറയാൻ കഴിയുകയില്ല. പക്ഷേ ഇപ്പോൾ പോസ്റ്റൽ വോട്ടുകളുടെ ഫലം വരുമ്പോൾ വലിയ മെച്ചമുണ്ടാക്കുന്നുണ്ട്. അത് ബിനിൽ സൂചിപ്പിച്ച പോലെ തന്നെയാണ്. സ്വാഭാവികമായും അത് സർക്കാരിന് അനുകൂലമായിട്ടുള്ള വോട്ടുകൾ സ്വാഭാവികമായും ഉണ്ടാകും, അത് ഉറപ്പാണ്. പക്ഷേ 24 സീറ്റുകളിൽ ഇപ്പോൾ ലീഡ് ചെയ്യുന്നുണ്ട്. മഹാസഖ്യം 13 സീറ്റുകളിലാണ് ലീഡ് ചെയ്യുന്നത്. പക്ഷേ അത് നിലനിർത്തി പോകാൻ കഴിയുമോ എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു റിസൾട്ട് നോക്കുമ്പോൾ നമുക്കൊരു നെക്ക് ആൻഡ് നെക്ക് പോരാട്ടം എന്ന് പോലും പറയാൻ കഴിയില്ല തോന്നുന്നില്ല. കാരണം ഇപ്പൊ തന്നെ ഒരു ആകപ്പാടെ ഫലം വന്നു തുടങ്ങിയിട്ട് ഒരു 50 താഴെ സീറ്റുകളാണ്. പക്ഷേ NDAയുടെ സീറ്റ് നില വലിയ രീതിയിൽ ഉയർത്തിയിരിക്കുന്നത് 29 സീറ്റുകളിലാണ് ഇപ്പോൾ NDA ലീഡ് ചെയ്യുന്നത്. മഹാസഖ്യം 13 സീറ്റുകളിൽ മാത്രമായി ഇപ്പോൾ ലീഡ് നില. മഹാഗഡ്ബന്ധൻ മറ്റുള്ളവർ 3 അതായത് വാങ്ങിവെച്ച ലഡു ഒന്നും വേസ്റ്റായി പോവില്ലെന്നാണ് പോസ്റ്റൽ ബാലറ്റിൽ നിന്ന് തന്നെ ലഭിക്കുന്ന സൂചന. 33 NDA 33 ഇടത്ത് 33-13-3 എന്നുള്ളതാണ് ഇപ്പോഴത്തെ നില. പക്ഷേ അപ്പോഴും ഞാൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, EVM-കൾ വരട്ടെ എന്നുള്ളതാണ്. EVM-കൾ വരുമ്പോൾ എന്തായാലും ഇത് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബിനിൽ സേതു ഒരു കാര്യം വീണ്ടും മഹാഗഡ്ബന്ധനം സീറ്റ് നില ഉയർത്തുകയാണ്. 20 സീറ്റുകളിലേക്ക് മഹാഗഡ്ബന്ധന സീറ്റ് നില ഉയരുന്നു. 34 സീറ്റുകളിൽ NDA ഇപ്പോൾ ലീഡ് ചെയ്യുന്നു. 20 സീറ്റുകളിലാണ് ഇപ്പോൾ മഹാഗഡ്ബന്ധൻ ലീഡ് ചെയ്യുന്നത്. ലീഡ് നില ഉയരുന്നു. അത് ചാഞ്ഞും ചരിഞ്ഞും കുറെ കൂടി മുമ്പോട്ട് പോകുന്നു. അതായത് ഏകപക്ഷീയമായ ഒരു മുന്നോട്ട് പോക്ക് എന്നതിനപ്പുറത്തേക്ക് രണ്ട് പാർട്ടികൾക്കും വോട്ട് നിലയിൽ വർധനമുണ്ടാക്കാൻ കഴിയുന്നുണ്ട്, അല്ലെങ്കിൽ സീറ്റ് നിലയിൽ വർധനമുണ്ടാക്കാൻ കഴിയുന്ന തരത്തിലേക്ക്. അതേ 37 സീറ്റുകളിലേക്ക് NDAയുടെ ലീഡ് ഉയരുന്നു. 37 സീറ്റുകളിലാണ് ഇപ്പോൾ NDA ലീഡ് ഉയർത്തുന്നത്. 21 സീറ്റുകളിലേക്ക് മഹാസഖ്യത്തിന്റെ സീറ്റ് നില വരുന്നത്. ഏതാണ്ട് 16 സീറ്റിന്റെ വ്യത്യാസം ഇപ്പോൾ തന്നെ ഉണ്ട്. അത് നിലനിർത്തി പോവുകയാണെങ്കിൽ ഒരുപക്ഷെ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്ത് 40 സീറ്റുകളിലേക്ക് അത് ഏകദേശം ഇരട്ടി സീറ്റുകളിലേക്ക് ഇപ്പോൾ മഹാഗഡ്ബന്ധനേക്കാൾ ഇരട്ടി സീറ്റുകളിലേക്ക് NDA മാറുന്നു. മാത്രമല്ല ഈ മറ്റ് ഒരു മേഖല തിരിച്ചുള്ള കണക്കുകൾ കൂടി വരുമ്പോൾ തന്നെ ആ പല മേഖലകളിലും NDAയുടെ ഒരു മേധാവിത്വം ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ടതാണ്. ഓരോ മേഖലകളിലും നോക്കുകയാണെങ്കിൽ എല്ലായിടത്തും NDA തന്നെയാണ് മേഖല തിരിച്ചുള്ള കണക്കുകൾ വരുമ്പോഴും ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. പക്ഷെ അത് പോസ്റ്റൽ വോട്ടുകളുടെ കണക്കുകളാണ് ഇപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് നോക്കുമ്പോൾ ഇപ്പൊ ഇതുവരെ വന്ന സൂചന അനുസരിച്ച് നോക്കും 40-27 എന്നാണ് ഈ കണക്ക്. അപ്പൊ അതായത് ഇപ്പൊ ഇവര് പറഞ്ഞ പോലെ ലിജോയും ആസിഫും പറഞ്ഞ പോലെ ഇരട്ടിയിലധികമാണ്. അപ്പം 47 സീറ്റുകളാണ്. 44 ഏകപക്ഷീയ